LDF വടകര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി MK ഭാസ്കരന്റെ ഒന്നാം ഘട്ട പര്യടനം ആരംഭിച്ചു. ഇന്ന് രാവിലെ അങ്ങാടിത്താഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനത്തിന് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MK ഭാസ്കരന്റെ ഒന്നാം ഘട്ട പര്യടനം ആരംഭിച്ചു. ഇന്ന് രാവിലെ അങ്ങാടിത്താഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം കണ്ണംകുഴി, മേപ്പയിൽ തെരു, മാക്കൂൽ പീടിക, പുതിയാപ്പ്, ഗവൺമെന്റ് ആശുപത്രി പരിസരം, അറക്കിലാട് തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കാനുള്ള തയ്യാറെടുക്കുകയാണെന്ന് വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ പറഞ്ഞു. കഴിഞ്ഞ MLA വികസന മുരടിപ്പിന് അറുതി വരുത്തുമെന്നും CK നാണു തുടങ്ങിവച്ച വികസനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നാം ഘട്ട പ്രചരണം വളരെ ആവേശകരമായ പ്രചരണമാണ്. വോട്ടർമാരെല്ലാം ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു പ്രചരണമാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം വരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് സ്വീകരണ പരിപാടികൾ ഒന്നടങ്കം കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷയാണ് വോട്ടർമാർക്ക്. മറ്റ് മണ്ഡലങ്ങളോടൊപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ ഓടിയെത്താൻ ഈ അവസരം ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അതിന് കീഴെ ഹൗസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ആവേശകരമായ ഒരു പ്രചരണ പരിപാടിയായി ഞാൻ കാണുന്നു. തീർച്ചയായും വടകര മണ്ഡലത്തിൽ അഭൂതപൂർവമായ വിജയം കൈവരിക്കാൻ തന്നെയാണ് എൻ്റെ വിശ്വാസം. കുടിവെള്ള പ്രശ്നം വടകര ചില പ്രദേശങ്ങളെ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നം, അതിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. എല്ലാറ്റിനും ഗവൺമെൻറ്റിന് കഴിയില്ല, പക്ഷേ ഒത്തൊരുമയോടുകൂടി പല ഫണ്ടുകളും കൊണ്ടുവരാൻ സാധിക്കും. നല്ല പ്രോജക്റ്റുകൾ സർക്കാരിന് സമർപ്പിച്ചാൽ ആ ഫണ്ടുകളൊക്കെ ലഭ്യമാക്കി നമുക്ക് വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും. എല്ലാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു MLAക്ക് കിട്ടണമെന്നില്ല, പക്ഷെ അത് എത്തിക്കുന്നതാണ് നമ്മുടെ ശുഷ്കാന്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഏറാമലയിൽ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഇന്ത്യക്ക് മാതൃകയായ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. ജൈവ മാലിന്യ സംസ്കരണം. IIAR എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനമാണ് ഓർക്കാട്ടി ടൗണിൽ നിന്ന് ഓരോ ദിവസവും എടുത്തു മാറ്റുന്ന 3.5 ടണ്ണോളം വരുന്ന വേസ്റ്റ് സംസ്കരിച്ച് വളമാക്കി ജൈവമിത്ര എന്ന പേര് നൽകി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് അത് വിറ്റ് കർഷകർക്ക് വിറ്റു. കർഷകർക്കെല്ലാം സൗജന്യ നിരക്കിൽ അത് ബാങ്ക് തന്നെ നൽകി, ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ച് നൽകി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അങ്ങനെ നൂതനമായ പ്രൊജക്റ്റ്, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ്, നിലവിലുള്ള വ്യവസായങ്ങൾ, കൈത്തറി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിക്കാനും അവർക്ക് എല്ലാ ദിവസവും ജോലി കിട്ടാനും കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാനും നമ്മൾ ഒന്നിച്ചു നിന്നാൽ സാധിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാത്തിനും വേണ്ടി പറയേണ്ട സമയമില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമുക്ക് കൂട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ജനങ്ങളുടെ എൻ്റെ കൂടെയുണ്ട്. നാണൂട്ടൻ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം MLA ആയി ഉടനെ, ഇപ്പം അടുത്ത് MLA ആയ ഉടനെ വിഷൻ 2030 എന്ന പേരിൽ സമഗ്രമായ വികസനത്തെ ലക്ഷ്യമിടുന്ന ഒരു സെമിനാർ നടത്തുകയുണ്ടായി. ആ സെമിനാറിൽ ഒന്നൊന്നായി ഉള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് നാണൂട്ടൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ചിടത്തുനിന്ന് തുടങ്ങാനും കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വടകര മുനിസിപ്പൽ ചെയർമാൻ PK ശശി, TP ബിനീഷ്, ഗോപാലൻ മാസ്റ്റർ, PK സതീശൻ മാസ്റ്റർ, ഗീത, സോമശേഖരൻ മാസ്റ്റർ, PP രാജൻ, ലതിക ശ്രീനിവാസൻ, സന്തോഷ് കുമാർ, NM ബിജു, പ്രബീഷ് ആദ്യൂർ തുടങ്ങിയ നിരവധി പേർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വൈകുന്നേരം ഓർക്കാട്ടേരി തോട്ടുങ്ങലിൽ പര്യടനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന
ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.